ഹലോ വാഴൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പരിധിയുള്ള 6 ഗ്രാമപഞ്ചായത്തുകളിലും ഓണത്തോടനുബന്ധിച്ച് കൊണ്ട് പുഷ്പകൃഷി എന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിന് തുടക്കം കുറിച്ചിരിക്കുന്നത് കങ്ങാ ഗ്രാമപഞ്ചായത്തിലാണ്. നമ്മുടെ ബ്ലോക്ക് പരിധിയിലുള്ള 30 കർഷക ഗ്രൂപ്പുകളാണ് ഇതിൻ്റെ ഭാഗമായി വരുന്നത്. ഒരു പഞ്ചായത്തിൽ 5000 തൈകൾ വീതം 30,000 തൈകളാണ് ഈ പദ്ധതിയുടെ ഭാഗമായി ഇന്നും നാളെയുമായി നമ്മൾ നടുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കങ്ങഴയിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വന്നത് നമുക്കറിയാം, കങ്ങഴ പത്തനാട് ദേവീക്ഷേത്രം ഭാരവാഹികളാണ്. ദേവീക്ഷേത്രത്തിൻ്റെ നമ്മുടെ പ്രദക്ഷിണ വഴികളിൽ ഇരുവശത്തുമായി ഈ നമ്മുടെ ബന്ധിത്തൈകൾ നടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി തന്നെ ഈ പത്തനാട് ദേവീക്ഷേത്ര കോമ്പൗണ്ടിൽ തന്നെ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇന്ന് തൈ നട്ടുകൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, നമ്മുടെ ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും ബന്ധിപ്പൂവിനും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പൂവുകൾക്കെല്ലാം തന്നെ പലപ്പോഴും നമ്മൾ തമിഴ്നാടിനെ എല്ലാം തന്നെ ആശ്രയിച്ചുകൊണ്ടാണ് മുൻകാലങ്ങളിൽ ഈ ഓണവുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിരുന്നത്. എന്നാൽ അതിനൊരു മാറ്റം വരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു വേണ്ടിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള പദ്ധതികളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കൃഷി വകുപ്പും അതോടൊപ്പം തന്നെ കർഷകരുമെല്ലാം തന്നെ വളരെ ഉത്സാഹത്തോടു കൂടി തന്നെയാണ് ഇടപെട്ടിരിക്കുന്നത്. ഏറ്റവും മഹത്തരമായ രീതിയിൽ ഇന്ന് കങ്ങഴയിൽ ദേവീക്ഷേത്ര അങ്കണത്തിൽ തൈ നട്ടുകൊണ്ട് ഈ ദേവഹരിതം എന്ന പദ്ധതി തുടക്കം കുറിച്ചിരിക്കുകയാണ്. തുടർ ദിവസങ്ങളിൽ മറ്റ് പരിധിയുള്ള ഗ്രാമപഞ്ചായത്തുകളും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തൈ നട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഇതിനുശേഷം 45 ദിവസം കൊണ്ട് പൂ ഇടുന്ന രീതിയിലുള്ള വെന്റിത്തൈകളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം തന്നെ വിളവെടുപ്പ് മഹോത്സവവും ഈ പദ്ധതിയുടെ അനുബന്ധ പരിപാടി എന്ന രീതിയിൽ നടത്തുവാനാണ് ബ്ലോക്ക് പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത്. വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഈ വർഷത്തെ പദ്ധതിയിൽപ്പെടുത്തി ഓണത്തിന് ഒരു കുടന്ന പൂവ് എന്ന പേരിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ്. നമ്മുടെ ഗ്രാമങ്ങളിൽ ആവശ്യമായ ബന്ധിപ്പ് ഓണത്തിന് അത്തപ്പൂക്കളം ഒരുക്കുന്നതിനും അതോടൊപ്പം തന്നെ ക്ഷേത്രങ്ങളിലെ ആവശ്യങ്ങൾക്കുമൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലേക്ക് ബന്ദി തൈ നട്ടുകൊണ്ട് തിരുവോണ നാളുകളിൽ വലിയ പൂക്കൾക്കൊക്കെ വലിയ വിലയുള്ള അവസരത്തിൽ ആ വിലക്കയറ്റത്തൊക്കെ പിടിച്ചു നിർത്തുവാൻ വേണ്ടി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലേക്ക് ഒരു ബന്ദിപ്പൂ കൃഷി നടപ്പാക്കി വരികയാണ്. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള മുഴുവൻ പഞ്ചായത്തുകളിലും കർഷക ഗ്രൂപ്പുകൾക്ക് കുടുംബത്തൈ ബന്ധിത്തൈ വിതരണം ചെയ്തുകൊണ്ട് ആവിഷ്കരിക്കുന്ന ഏതാണ്ട് 5 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റാണ് ഇത്. വളരെ നല്ല രീതിയിൽ ഈ പദ്ധതിയുമായിട്ട് കർഷകരും അതോടൊപ്പം തന്നെ കർഷക ഗ്രൂപ്പുകളും നമുക്ക് സഹകരിക്കുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ശ്രദ്ധേയമായ ഒരു പദ്ധതിയായി ഇത് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല.